നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 16ാം നിയമസഭയുടെ പടി കയറി സഭാധ്യക്ഷന്റെ പരമോന്നത കസേരയിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടന്നു കയറുമ്പോൾ കാത്തിരിക്കുന്നത് പൂച്ചെണ്ടുകളല്ല, കനൽ പാതകളാണെന്ന് വ്യക്തം. പുതിയ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ ഭരണപക്ഷത്തിന് ശക്തമായ കുരുക്കിടാൻ പ്രതിപക്ഷം ആയുധങ്ങൾ മൂർച്ച കൂട്ടിക്കഴിഞ്ഞു. നിയമസഭാ സമ്മേളനത്തിൽ ഭരണപക്ഷത്തിന് ആദ്യത്തെ കുരുക്കിടാൻ തയ്യാറെടുത്ത പ്രതിപക്ഷം നിയമസഭയിൽ 2 ഭരണപക്ഷ MLA-മാരുടെ സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം. ഇതിനു പുറമെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ സന്ദർശക ഗാലറിയിൽ ആർപ്പുവിളിയും കയ്യടിയും ഉയർന്നതും അച്ചടക്ക ലംഘനമായി ഉയർത്തിക്കാട്ടും. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കരനായ തനത് കോട്ടയം ശൈലിയിലുള്ള നയതന്ത്രജ്ഞതയ്ക്ക് പേരുകേട്ട തിരുവഞ്ചൂരിനെ സഭാനാഥൻ എന്ന നിലയിൽ ഇതോടെ ആദ്യ അഗ്നി പരീക്ഷയായി. അദ്ദേഹത്തെ സ്പീക്കർ കസേരയിലേക്ക് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഒരുമിച്ചാണ് ആനയിച്ച് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആ കാഴ്ചയൊക്കെ തന്നെ വളരെ മനോഹരമായിരുന്നു. പക്ഷേ തൻ്റെ മുന്നിലെത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് വളരെ കടുത്ത ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു വിമർശനമാണ്. സ്പീക്കറുടെ റൂളിംഗ് എന്താകും എന്നതിനെ ആശ്രയിച്ചിരിക്കും സഭയുടെ വരും ദിവസങ്ങളിലെ ഭാവി. ആലുവ MLA അൻവർ സാദത്ത് സത്യപ്രതിജ്ഞയ്ക്കിടെ സത്യവാചകം ചൊല്ലിക്കഴിഞ്ഞ് അതിനു പുറമെ എൻ്റെ പ്രിയപ്പെട്ട ആലുവക്കാർക്കുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് ഒരു സത്യപ്രതിജ്ഞ ലംഘനമായിട്ട് കണക്കാക്കുന്നു. ഭരണഘടനയനുസരിച്ച് പ്രതിജ്ഞാവാക്യത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ സാധാരണ പാടില്ല. അതിനാൽ അൻവർ സാദത്തിന്റെ സത്യപ്രതിജ്ഞ അസാധുവാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. രക്തസാക്ഷി ഫണ്ടിലെ ക്രമക്കേട് ചോദ്യം ചെയ്തതിന്റെ പേരിൽ CPM-ൽ നിന്നും പുറത്താക്കപ്പെട്ട പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണനെ ഉന്നമിട്ടാണ് മറ്റൊരു നീക്കം. കുഞ്ഞികൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രോടേം സ്പീക്കർ G സുധാകരൻ ചെയറിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെയാണ് ശബ്ദമെടുത്ത് MLA-മാർ അധികാരമേറേണ്ടതിരിക്കെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലുള്ള സത്യപ്രതിജ്ഞയ്ക്ക് നിയമസാധുത ഇല്ലെന്നാണ് വാദം. ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും പ്രതിജ്ഞ റദ്ദാക്കാനും വീണ്ടും സത്യവാചകം ചൊല്ലിക്കാനും ആവശ്യപ്പെട്ടിട്ടാണ് സ്പീക്കർക്ക് പരാതി നൽകുമെന്ന് CPM ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇരുവർക്കും പുറമെ സത്യപ്രതിജ്ഞയ്ക്കിടെ സന്ദർശക ഗാലറിയിലിരുന്ന് കൈയടിക്കുകയും ആർപ്പു വിളിക്കുകയും ചെയ്തതും സഭാമര്യാദയുടെ ലംഘനമാണെന്നും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 188 അനുസരിച്ചുള്ളതാണ് MLA-മാരുടെ സത്യപ്രതിജ്ഞ. വ്യവസ്ഥാപിതമായി തയ്യാറാക്കിയ വാചകങ്ങൾക്ക് മാത്രമേ പ്രതിജ്ഞാവേളയിൽ വായിക്കാവൂ. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രാദേശിക ഭാഷയിലോ പ്രതിജ്ഞ ചെയ്യാം. ശപഥം ദേവനാമത്തിലോ സഗൗരവമോ ആവാം. വാക്കുകളോ വാചകങ്ങളോ പുതുതായോ അധികമായോ കൂട്ടിച്ചേർക്കാൻ പാടില്ല. വ്രതചലനം വന്നാൽ പ്രതിജ്ഞ അസാധുവാകും. വീണ്ടും പ്രതിജ്ഞയെടുക്കണം. അതേസമയം പരാതി ഉയർന്നാൽ സ്പീക്കറുടെ തീരുമാനമായിരിക്കും നിർണായകം. ഈ വിഷയത്തിൽ സ്പീക്കറാണ് അവസാന തീരുമാനമെടുക്കേണ്ടത്. ഭരണപക്ഷത്തിരിക്കുന്ന VD സതീശനും പ്രതിപക്ഷ നിരയിലെ പിണറായി വിജയനും ഒരുപോലെ ബഹുമാനിക്കുന്ന അപൂർവ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആഭ്യന്തരം, റവന്യൂ വകുപ്പുകൾ കൈകാര്യം ചെയ്ത സുദീർഘമായ ഭരണപരിചയവും പതിറ്റാണ്ടുകളുടെ പാർലമെന്ററി അറിവും അദ്ദേഹത്തിനുണ്ട്. മുന്നണിയിലോ പാർട്ടിയിലോ കടുത്ത തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥനായി ചർച്ചകൾ നയിക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകാറുള്ള തിരുവഞ്ചൂരിന്റെ യോജിപ്പിന്റെ രാഷ്ട്രീയം ഈ പ്രതിസന്ധിയിലും തുണയാകുമെന്നാണ് ഭരണപക്ഷത്തിന്റെ പ്രതീക്ഷ. കടുത്ത രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും മുഖത്തു നിന്ന് ചിരി മായാതെ പ്രതിസന്ധികളെ നേരിടുന്നതാണ് തിരുവഞ്ചൂർ ശൈലി. ശബ്ദ കോലാഹലങ്ങളിലേക്ക് നീങ്ങാവുന്ന സഭയെ തൻ്റെ തനത് നർമ്മബോധം കൊണ്ട് തന്ത്രപരമായ ഇടപെടൽ കൊണ്ടും ശാന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിയും. ചട്ടങ്ങളുടെ കടുംപിടുത്തങ്ങളിലേക്ക് മാത്രം പോകാതെ ആരെയും പിണക്കാതെയുള്ള നയതന്ത്രപരമായ നീക്കുപോക്കുകളിലൂടെ ആദ്യ കടമ്പ കടക്കാൻ പുതിയ സ്പീക്കർക്ക് സാധിക്കുമോ എന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നിലവിൽ ഈ 2 വിഷയങ്ങൾ പ്രധാനമായി എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം സ്പീക്കർക്ക് പരാതി നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് പരിശോധിച്ചതിന് ശേഷം സ്പീക്കർ എന്ത് നടപടി എടുക്കും എന്നുള്ളതാണ് ഇനി എല്ലാവരും ഏറെ ആകാംക്ഷയോടെ
ആകാംക്ഷയോടെ കൂടി തന്നെ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു വളരെ മുതിർന്ന നേതാവ് കൂടി ആയതിനാൽ അദ്ദേഹത്തിന്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് കൂടി ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അതേസമയം തന്നെ 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ സമയത്തും ഇതുപോലെ സഭയിൽ ചില നാടകീയമായിട്ടുള്ള രംഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. 2021 അന്ന് ഭരണപക്ഷത്തിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്നും ഇതുപോലെ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അന്ന് നിയമസഭയിൽ രമ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴാണ് രമ MLA TP ചന്ദ്രശേഖരന്റെ ചിത്രമുള്ള ഒരു ബാഡ്ജ് തന്റെ സാരിയിൽ ധരിച്ചാണ് അവരെത്തിയത്. ഇത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർക്ക് അന്ന് തന്നെ പരാതി ലഭിച്ചിരുന്നു. സഭയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രദർശനങ്ങൾ ചട്ടലംഘനമാണെന്ന് സ്പീക്കർ MP രാജേഷ് വ്യക്തമാക്കിയിരുന്നു. ചട്ടലംഘനം അന്നും ഉണ്ടായെങ്കിലും പുതിയ അംഗമായതിനാൽ മറ്റു നടപടിക്ക് മുതിർന്നില്ലായിരുന്നു. അതേസമയം വിഷയ വിവാദമായതോടെ KK രമയും അതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. സ്പീക്കർ പരിശോധിക്കട്ടെ എന്നും എന്നിട്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നായിരുന്നു KK രമ പ്രതികരിച്ചത്. സ്പീക്കറുടെ കസേര മറിച്ചിട്ട് അത് കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചവരാണോ സത്യപ്രതിജ്ഞാ ലംഘനത്തെ പറ്റി പറയുന്നതെന്നും അന്ന് KK രമ MLA ചോദിക്കുകയുണ്ടായി. എൻ്റെ വസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ ബാഡ്ജ് ധരിച്ചെത്തിയതെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. അന്ന് KK രമ ആദ്യമായിട്ടാണ് പുതിയ അംഗമായതിനാൽ മറ്റുള്ള നടപടികളിലേക്ക് സഭ കടക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ വിഷയത്തെ അന്ന് സ്പീക്കറായിരുന്ന MP രാജേഷ് തണുപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും അന്ന് തിരിച്ച് അങ്ങോട്ടും KK രമ ഇതിന് മറുപടി പറയുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ആ വിഷയം രണ്ടാമതൊരു സത്യപ്രതിജ്ഞ നടത്തേണ്ടതൊന്നും തന്നെ വന്നില്ല. ആ വിഷയം അതോടുകൂടി അവസാനിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും UDF ഭരണത്തിൽ വന്നപ്പോൾ സമാനമായ രീതിയിൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം.